ഹായ് എവരി വൺ, ഞാനിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂരുള്ള കർണാടക എക്സാമിനേഷൻ അതോറിറ്റി അഥവാ KA ഓഫീസിൻ്റെ അടുത്തായിട്ടാണ്. നമുക്കറിയാം എല്ലാവരും തന്നെ ഇപ്പോൾ KCET എൻട്രൻസ് എക്സാംസ് എഴുതി കാണുമല്ലോ. ചിലവർക്കൊക്കെ ഫിസിക്സ്, കെമിസ്ട്രി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബുദ്ധിമുട്ടും എളുപ്പമൊക്കെ ആയിരുന്നു. ബയോളജി മിക്കവാറും ആൾക്കാർക്കൊക്കെ എളുപ്പമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ നമ്മൾ KCET അലോട്ട്മെൻറ്റ് പ്രോസസ്സാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് റാങ്ക് ലിസ്റ്റുകൾ ഏകദേശം ഞാനിപ്പോൾ KA ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യപ്പെടും. മെയ് മാസം അവസാനം അല്ലെങ്കിൽ ജൂൺ മാസം ആദ്യത്തോടുകൂടി തന്നെ റിസൾട്ടുകൾ വരികയും റാങ്ക് ലിസ്റ്റുകൾ വരികയും ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെ ആസ്പദമാക്കിയാണ് നമ്മൾ കോളേജ് ഓപ്ഷൻ എൻട്രി നൽകേണ്ടതായിട്ട് വരിക. അപ്പോൾ കോളേജ് ഓപ്ഷൻ എൻട്രി കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം നമ്മൾ നൽകുവാനായിട്ട്. കാരണം നമ്മളിവിടെ കൊടുക്കുന്ന കോളേജിൻ്റെ ഓപ്ഷൻസ് വെച്ചിട്ടാണ് നിങ്ങളുടെ റാങ്കും കൂടെ കണക്ട് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക. ഇപ്പോൾ നഴ്സിംഗ് കോളേജുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരേ പേരിൽ തന്നെ നിരവധിയായിട്ടുള്ള കോളേജുകൾ കാണാം. മെയിൻ കോളേജ് ഉദാഹരണമായിട്ട് സെൻറ്റ് ജോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിൻ കോളേജ് ഉണ്ട്. സെയിം പേരിൽ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള സെൻറ്റ് ജോൺസ് കോളേജും വേറെയും ഉണ്ട്. അതുപോലെ സെൻറ്റ് ഫിലോമിനയുടെ പേരിലും അങ്ങനെയുള്ള ടോപ്പായിട്ടുള്ള പല കോളേജുകളുടെ പേരിലും ഡ്യൂപ്ലിക്കേറ്റ് കോളേജുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അക്ഷയ സെൻറ്റർ വഴിയൊക്കെ ആണെങ്കിലും ഈ ഓപ്ഷൻ എൻട്രി ചെയ്യുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് മനസ്സിലാക്കാതെ ചെയ്യുമ്പോൾ പലർക്കും അബദ്ധങ്ങൾ പറ്റുന്നുണ്ട്. കഴിഞ്ഞ വർഷം നിരവധി കുട്ടികൾക്ക് ഇങ്ങനെ അബദ്ധങ്ങൾ പറ്റി നല്ല റാങ്കുള്ള കുട്ടികൾക്ക് പോലും സെൻറ്റ് ജോൺസ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം വൺസ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ആ കോളേജിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഒരു അഡ്മിഷൻ ടോട്ടലി ക്യാൻസൽ ചെയ്യുകയോ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് സെൻറ്റ് ജോൺസിൽ പോയിട്ട് പലർക്കും അഡ്മിഷനുമായിട്ട് അവിടെ ചെന്നപ്പോൾ ആണ് അവർക്ക് അബദ്ധം പറ്റി മനസ്സിലായതും. പക്ഷേ KA സൈഡിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു യാതൊരു രീതിയിലും അതിനുള്ള ഹെൽപ്പ് കാര്യങ്ങൾ കിട്ടുകയില്ല. കാരണം നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് നമ്മൾ കോളേജിൻ്റെ ഓപ്ഷൻസ് അല്ലെങ്കിൽ ലിസ്റ്റുകൾ തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ നഴ്സിംഗ് ഡയറക്ടറിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ KCET ഗൈഡൻസ് ബാച്ച് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ പ്രോപ്പറായിട്ട് തന്നെ കോളേജുകളിലേക്ക് കുട്ടികൾക്ക് അഡ്മിഷൻസ് കൊടുക്കുവാനായിട്ടും സഹായിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ ഏകദേശം 22ഓളം കുട്ടികൾക്ക് KCET അലോട്ട്മെൻറ്റ് വഴി നമുക്ക് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിഷൻസ് നേടുവാനായിട്ടും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനിലേക്ക് നമുക്ക് കോളേജുകളിലേക്ക് അലോട്ട്മെൻറ്റ് പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് KCET അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് KCET ഗൈഡൻസ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യേണ്ടവർക്ക് അത് ചെയ്യാവുന്നതാണ്. മാത്രമല്ല മറ്റൊരു ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ അഡ്മിഷൻ നോക്കുന്ന കുട്ടികൾക്കും വളരെയധികം ഹെൽപ്ഫുൾ ആകുന്ന ഒരു കാര്യമാണ് KCET എക്സാം എന്നുള്ളത്. കാരണം ഇതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളൊക്കെ നടക്കുന്നത് ഏകദേശം ഓഗസ്റ്റ് മാസത്താണ്. അപ്പോൾ ആ ഒരു സമയത്താണ് കേരളത്തിലെയും അഡ്മിഷൻ പ്രോസസ്സുകളൊക്കെ നടക്കുന്നത്. അപ്പോൾ രണ്ടും വെച്ച് കമ്പയർ ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ഈ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഗൈഡൻസ്, എക്സ്ക്ലൂസീവ് ഗൈഡൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൈഡൻസ് ബാച്ചിലേക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം.